വയനാട് മേപ്പാടി മുണ്ടക്കയിൽ വൻ ഉരുൾപൊട്ടലാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് മുണ്ടക്കയിൽ ഉരുൾപൊട്ടിയത്. വിവരങ്ങളുമായി വീണ്ടും രതീഷ് ചേരുകയാണ്. രതീഷ്, നമ്മൾ ഈ വാർത്ത ആരംഭിച്ചപ്പോൾ 4 പേരുടെ മൃതദേഹങ്ങളാണ് ലഭിച്ചത് എന്നാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ നമ്മൾ മന്ത്രിയുമായി ടെലിഫോൺ ലൈനിൽ ബന്ധപ്പെട്ടപ്പോൾ 7 പേർ മരിച്ചു എന്ന ഒരു അനൗദ്യോഗിക വിവരം അദ്ദേഹം പങ്കുവച്ചിരുന്നു. ഇത്തരത്തിൽ മരണം കൂടുന്നു, ആശങ്ക ഉയരുക തന്നെയല്ലേ അവിടെ? തീർച്ചയായും നമുക്ക് അതിന്റെ സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ 2 മൃതദേഹങ്ങൾ കൂടി ഈ ഒഴുകിയെത്തിയ നിലയിൽ ഇവിടെ ഈ വെള്ളരിമല സ്കൂളിന്റെ സമീപത്തു നിന്ന് ലഭിച്ചിരിക്കുകയാണ്. അതോടുകൂടി തന്നെ 7 പേരുടെ മൃതദേഹം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 20-ലധികം ആളുകൾ ഈ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടാകാം, ഇവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം എന്നൊരു പ്രതികരണം നേരത്തെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ പങ്കുവച്ചിരുന്നു. അത്തരത്തിലേക്ക് ആ കാര്യങ്ങൾ നീങ്ങിയ അതിഭയാനകമായ അതിഭീകരമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. നിരവധി കുടുംബങ്ങൾ, കാരണം ഇപ്പോഴും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ അടക്കം കാണുന്നത് ചൂരൽമല ഭാഗത്ത്, അതായത് 3 കിലോമീറ്റർ മേലെ നിന്നും കുത്തിയൊലിച്ചു വന്ന മലവെള്ളപ്പാച്ചിലിന് തകർന്ന ചൂരൽമലയുടെ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ അധികം കാണാൻ കഴിയുന്നത്. ബാക്കി ഈ മുണ്ടക്കൈ ഭാഗത്താണ് ഇതിന്റെ ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഉത്ഭവ സ്ഥലം എന്ന് പറയുന്നത് മുണ്ടക്കൈ ഭാഗമാണ്. ഇവിടേക്ക് ഒരു തരത്തിലും രക്ഷാപ്രവർത്തകർക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് തന്നെ ആർക്കും ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതിന്റെ ഒരു തരത്തിലുള്ള ദൃശ്യങ്ങളും പുറത്തേക്ക് വന്നിട്ടില്ല. ഈ മൃഗങ്ങൾ ഒഴുകി വന്ന് താഴെ അടിയുമ്പോൾ മാത്രമാണ് രക്ഷാപ്രവർത്തകർക്ക് ഇത് കളക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിൽ എത്തിപ്പെട്ടാൽ മാത്രമേ ഈ ദുരന്തത്തിൽ എത്ര പേർ അകപ്പെട്ടിട്ടുണ്ട്, എത്ര പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് കാര്യങ്ങൾ എത്തിപ്പെടാൻ സാധിക്കുള്ളൂ. അത് തന്നെയാണ് ഇപ്പോഴും രക്ഷാപ്രവർത്തകർ ഏത് വിധേനയും ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്താനുള്ള ഒരു സാഹചര്യം നോക്കുന്നത്. എന്നാലും ഈ സമയത്തെല്ലാം തന്നെ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു തവണ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു അവസരത്തിൽ വ്യാപകമായ രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വീണ്ടും പുഴയുടെ ജലത്തിന്റെ ഒഴുകി വരുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും രക്ഷാപ്രവർത്തകർ പ്രേക്ഷകമാകുന്നത്. കാരണം ഈ ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ ഈ രക്ഷാസംഘത്തിന് ദൗത്യ സംഘത്തിന് ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തണം. ഇവിടേക്ക് 3 കിലോമീറ്റർ ഉണ്ട്. ഈ 3 കിലോമീറ്റർ ഭാഗത്തേക്ക് എത്തിയാൽ മാത്രമേ എത്ര കുടുംബങ്ങൾ അവിടെ ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, അതേപോലെ തന്നെ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കുമോ എന്നതിന്റെ നിജസ്ഥിതി പൂർണ്ണമായും വ്യക്തത വരികയുള്ളൂ. ആ ക്ലേശകരമായ ദൗത്യത്തിലേക്കാണ് ഇനി കടക്കേണ്ടത്. അതിനായാണ് ഹെലികോപ്റ്റർ, അതോടൊപ്പം തന്നെ സൈന്യത്തിന്റെ കൂടുതൽ സേവനം ഈ മേഖലയിലേക്ക് ആവശ്യപ്പെടുക. അതുകൊണ്ട് തന്നെയാണ് 2 ഹെലികോപ്റ്റർ തിരൂരിൽ നിന്നും ഇവിടേക്ക് എത്തിച്ചേരും. അതിനുശേഷം 2 NDRF സംഘം കണ്ണൂരിൽ നിന്നും ഇവിടേക്ക് എത്തും. അതിനുശേഷമായിരിക്കും കൂടുതൽ ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ഈ മുണ്ടക്കൈ ഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്നവരെ എയർലിഫ്റ്റ് ചെയ്യുക. അവിടേക്ക് ഈ സൈന്യത്തിന് എത്തപ്പെടാൻ സാധിച്ചാൽ മാത്രമേ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മൾ കാണുന്നത് ചൂരൽമലയുടെ ഭാഗത്തുനിന്ന് ചൂരൽമലയുടെ ഒരു ഭാഗം, ടൗണിന്റെ ഒരു ഭാഗം പൂർണ്ണമായും ഒലിച്ചുപോയി. 2-3ലധികം കടകൾ നഷ്ടപ്പെട്ടു, നിരവധി വാഹനങ്ങൾ തകർന്നുപോയി, റോഡടക്കം തകർന്നുപോയി, പാലം തകർന്നുപോയി, സ്കൂളിന്റെ പകുതി, ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പകുതി ഭാഗം തകർന്നുപോയി. അത് പൂർണ്ണമായും വെള്ളത്തിൽ അകപ്പെട്ട ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു ദൃശ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ പുറത്തേക്ക് വരുന്നുള്ളൂ. ബാക്കി ദുരന്തമുണ്ടായ അതിന്റെ ഉത്ഭവ കേന്ദ്രമായ മുണ്ടക്കൈയിൽ എത്തിയാൽ മാത്രമേ അവിടെ എത്രത്തോളം ആളുകൾ അകപ്പെട്ടിട്ടുണ്ട്, ഈ ദുരന്തത്തിൽ അകപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ സൈന്യത്തിന്റെ സേവനം ഇവിടേക്ക് എത്തുന്നത്. മന്ത്രിമാരുടെ സംഘം ഇവിടേക്ക് എത്തും. അവർ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുക. വയനാട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും കൂടുതൽ സേനാ വിഭാഗം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോഴും അതിശക്തമായ മഴ തുടരുകയാണ്, മഴയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനം തടസ്സമായി നിൽക്കുന്നത്. നാട്ടുകാർ അഹോരാത്രം പ്രവർത്തിക്കുന്നുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, പോലീസ് ഉണ്ട്. എന്നാലും ഈ ഭാഗത്തേക്ക് ഒരു തരത്തിലും കടക്കാൻ പറ്റാത്ത സാഹചര്യം നിലവിലുള്ളത് കൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി നിലനിൽക്കുന്നത്. നമ്മളിപ്പോ എല്ലാവരും നിലനിൽക്കുന്നത് ഈ ചൂരൽമല ഭാഗത്താണ്. ചൂരൽമല ടൗണിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലുണ്ട്. നിരവധി ആളുകളെ ഇപ്പോഴും ഇവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന വാഹനങ്ങളിലുള്ള ദൃശ്യങ്ങൾ കാണുന്നത്. ഇവരെ എല്ലാവരും സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് മാറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിയാൽ മാത്രമേ ഈ ദുരന്തത്തിൽ എത്ര പേർ അകപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാലും ഇപ്പോൾ ഔദ്യോഗികമായി നമുക്ക് പറയാൻ സാധിക്കുന്നത് 7 പേരുടെ മൃതദേഹം നിലവിൽ ലഭിച്ചിട്ടുണ്ട്. ശ്രീജ, തീർച്ചയായും രതീഷ്, നമുക്കൊരു മനസ്സോടെ എന്തായാലും ഈ ഒരു അവസരത്തിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. കാരണം ഒട്ടേറെ ജീവനുകൾ അപകടത്തിലാണ്. ആരുടെയൊക്കെ ജീവനാണ് നഷ്ടപ്പെട്ടു പോയത് എന്നതൊന്നും സംബന്ധിച്ച് ഇതുവരെ യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. അത്തരത്തിൽ ദുരന്തത്തിൻ്റെ വ്യാപ്തി
അത്രത്തോളം വലുത് തന്നെയാണ്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ ചൂരൽമല ഭാഗത്തെ ദൃശ്യങ്ങൾ മാത്രമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്ന മുണ്ടക്കൈ ഭാഗത്ത് എന്താണ് സംഭവിച്ചത് എന്നതുപോലും ഇതുവരെ അത് സംബന്ധിച്ചുള്ള ഒരു വിവരങ്ങളും ആർക്കും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നത് തന്നെയാണ് ഈ ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി വ്യക്തമാക്കുന്നത്. എന്തായാലും രതീഷ്, ദയവായി തുടരുക. നമുക്ക് ഇപ്പോൾ ലക്ഷ്മിപ്രിയയിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിലും മഴ ശക്തം തന്നെയാണ്. ലക്ഷ്മിയിലേക്ക് പോവുകയാണ്. നമുക്ക് ലക്ഷ്മിയിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ ചീഫ് സെക്രട്ടറി വി വേണു IAS അദ്ദേഹത്തിലേക്ക് പോവുകയാണ്. സാർ, ഇപ്പോൾ രക്ഷാപ്രവർത്തനം നമുക്കറിയാം വളരെ ദുഷ്കരമായിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. വടം കെട്ടി ഇപ്പോൾ ചൂരൽമല ഭാഗത്തെ ദൃശ്യങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ മുണ്ടക്കൈ ഭാഗത്ത് എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള ഒരു കാര്യങ്ങളും തന്നെ ഇതിനകം ആർക്കും തന്നെ അറിവില്ല. അത്തരത്തിൽ വളരെ ദുഷ്കരമായ ഒരു രക്ഷാപ്രവർത്തനമാണ്. താങ്കൾക്ക് എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? നമസ്കാരം. ഇതേ രീതിയിലുള്ള വിവരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം ഈ പുഴയുടെ അക്കരെയുള്ള കാര്യങ്ങൾ ഇടയ്ക്കും തലയ്ക്കുമായി ലഭിക്കുന്ന ചെറിയ വിവരങ്ങൾ മാത്രമാണ്. ഒരു ആക്യുറസിയോട് കൂടി ഒരു ക്ലിയർ പിക്ചർ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. അതിന് ആൾക്കാർ മറുഭാഗത്തേക്ക് ആ ഭാഗത്തേക്ക് പോവുകയും ആൾക്കാരുമായി ബന്ധപ്പെടുകയും ചെയ്താൽ മാത്രമാണ് വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കുള്ളൂ. അതിന് ഒരു സാഹചര്യം ഇപ്പോഴും ശരിയായ കാലാവസ്ഥ ഇപ്പോഴും മോശമാണ്. പക്ഷെ കാലാവസ്ഥ ഒന്ന് ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെലികോപ്റ്റേഴ്സ് സുളൂരിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നും എയർബേസിൽ റെഡിയായി നിൽക്കുകയാണ്. ഒരു അരമണിക്കൂർ കൊണ്ട് അവർ പുറപ്പെടും. അവർക്ക് ലാൻഡ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മറുഭാഗത്തുള്ള പ്രശ്നങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കും. സാർ, ഇപ്പോൾ സാർ സൂചിപ്പിച്ച പോലെ റോഡ് വഴിയുള്ള യാതൊരു തരത്തിലുള്ള രക്ഷാപ്രവർത്തനവും നമുക്ക് സാധ്യമല്ല. ഈ എയർ ലിഫ്റ്റിംഗ് അടക്കമുള്ള കാര്യങ്ങളിലൂടെ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എപ്പോഴാകും ഇവർ എത്തുക, കേന്ദ്രസേന എത്തുക എന്നുള്ളത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? കേന്ദ്രസേനയുടെ നമ്മൾ ഓർക്കേണ്ടത് കേന്ദ്രസേന ഒരു സ്റ്റാൻഡ് ബൈ ഫോഴ്സ് ആണ്. അതിന് NDRFന്റെ സേനാംഗങ്ങൾ അവിടെ ഓൾറെഡി ഉണ്ട്. അതുപോലെ തന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള വോളണ്ടിയേഴ്സ്, നമ്മുടെ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ്, ഇവരൊക്കെ അവിടെ സൈറ്റിലുണ്ട്. ഈ വെതർ ഒന്ന് ഇംപ്രൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് സർഫസിൽ തന്നെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അവർ ആരംഭിക്കും. രണ്ടാമത് എയർ വഴിയുള്ള റെസ്ക്യൂ ഓപ്പറേഷൻസും അത്യാവശ്യം ആൾക്കാരെ എത്തിക്കാനുമൊക്കെ നമുക്ക് ഹെലികോപ്റ്റർ സർവീസും ഉപയോഗിക്കാൻ പറ്റും. സർ, ഹെലികോപ്റ്റർ സർവീസ് എപ്പോഴേക്ക് എത്തും സർ? നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഓർക്കേണ്ടത് കാലാവസ്ഥ നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. അപ്പോ അവിടെ ടേക്ക് ഓഫ് ചെയ്താലും നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയും കൂടി ഫേവറബിൾ ആയി നിന്നാൽ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഹെലികോപ്റ്റേഴ്സിനെ സൈറ്റിലേക്ക് എത്തിക്കാൻ സാധിക്കും. സർ, നമുക്ക് നിലവിൽ ഇതുവരെ എന്തെങ്കിലും തരത്തിലുള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ? അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് നടക്കുന്നത്? രക്ഷാപ്രവർത്തനങ്ങള് ഈ പുഴയുടെ മറുഭാഗത്തുള്ള ഈ ഏരിയാസിൽ അവര് കട്ട് ഓഫ് ആണ് ഇപ്പോഴും. അവിടെ നിന്ന് നമുക്ക് രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു സാഹചര്യം ഇപ്പോഴില്ല. ഈ ഭാഗത്തുണ്ടായിരുന്ന ചില ഇഞ്ചേർഡ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ട ക്രമീകരണം നടത്തി കഴിഞ്ഞു. ഓക്കെ സാർ, വളരെയധികം നന്ദി ഈ ഒരു അവസരത്തിൽ ഒപ്പം ചേർന്നതിനും വിവരങ്ങൾ പങ്കുവച്ചതിനും. ചീഫ് സെക്രട്ടറി വി വേണു ആണ് ഈ അവസരത്തിൽ നമ്മോടൊപ്പം ചേർന്നത്, വിവരങ്ങൾ പങ്കുവച്ചത്. നമ്മൾ ലക്ഷ്മിപ്രിയയിലേക്ക് വീണ്ടും പോവുകയാണ്. കാരണം കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിലും മഴ ശക്തമായി തന്നെ തുടരുകയാണ്. വിവരങ്ങളുമായി ലക്ഷ്മിപ്രിയയാണ് ഒപ്പം ചേരുന്നത്. ലക്ഷ്മി, നമുക്കറിയാം ഇപ്പോൾ നമ്മൾ വയനാടിൻ്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു ദുരന്തം വയനാട് സംഭവിച്ചിരിക്കുന്നു. പക്ഷേ മഴ ശക്തമായി കോഴിക്കോടും കണ്ണൂരും ഒക്കെ തുടരുക തന്നെയാണല്ലോ. അത്തരത്തിൽ ഈ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പല മേഖലകളും അവിടെയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ എന്തൊക്കെ മുൻകരുതൽ ഇതിനകം എടുത്തിട്ടുണ്ട്? എന്തൊക്കെയാണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ? വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ തുടരുകയാണ്. പ്രത്യേകിച്ച് വയനാട്, കോഴിക്കോട് ജില്ലകളിൽ. വയനാട് ജില്ലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ 7 പേർ മരിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതുപോലെ തന്നെ സമാനമായി കോഴിക്കോട് 4 ഇടങ്ങളിൽ ഉരുൾപൊട്ടിയിരുന്നു. ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള പ്രദേശത്ത് തന്നെയാണ് വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും അവിടെയുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇതിൽ ഒരാളെ കാണാതായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം കക്കയം ഡാമിന്റെ ഷട്ടറുകൾ ജലനിരപ്പ് ഉയർന്നതോടെ തുറന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാണാസുര സാഗർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഇന്ന് രാവിലെയോടെ തുറക്കുമെന്ന അറിയിപ്പ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുമുണ്ട്.
ഏതായാലും ഈ രണ്ട് ജില്ലകളിലും അതിശക്തമായ മഴ തുടരുകയാണ്. അതോടൊപ്പം വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും ഈ ഒരു ജില്ലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ അതിശക്തമായ മഴ തുടരുകയാണ്. മലയോര മേഖലകളിലാണ് കൂടുതൽ മഴ പെയ്യുന്നത്. പലയിടങ്ങളിലും മരങ്ങൾ വീണ് വീടുകൾ തകരുന്ന സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ജില്ലാ ഭരണകൂടം അതീവ ജാഗ്രതയിൽ തന്നെയാണ്. ഈ ഒരു കനത്ത മഴയുള്ള സാഹചര്യത്തിൽ മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, അതായത് മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും അതുപോലെ തന്നെ ശക്തമായ കാറ്റിനും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ഈ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ കഴിയുന്നവരോട് ജാഗ്രത പാലിക്കണമെന്നും മാറി താമസിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ അതിശക്തമായ മഴ രാവിലെ മുതൽ തന്നെ തുടരുകയാണ്. ശക്തമായ കാറ്റും ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലുണ്ട്. ശ്രീജ. ശരി ലക്ഷ്മി, വീണ്ടും നമ്മൾ രതീഷിലേക്ക് തന്നെ പോവുകയാണ്. രതീഷ്, അവിടെ ഇപ്പോൾ കാലാവസ്ഥ എങ്ങനെയാണ്? കാലാവസ്ഥ പ്രതികൂലം തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ശക്തമായ മഴ ഇപ്പോഴും ഉണ്ടോ? ഉരുൾപൊട്ടൽ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം ഇതിനകം തന്നെ 2 തവണ ഉരുൾപൊട്ടി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ അത്തരത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? എന്തായാലും രതീഷിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. വയനാട് മേപ്പാടി മുണ്ടക്കയിൽ വൻ ഉരുൾപൊട്ടലാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ ആ ദൃശ്യങ്ങളിലൂടെ ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാവില്ല. കാരണം ഇത് ചൂരൽമലയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ മാത്രമാണ്. ഇതിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് മുണ്ടക്കൈയാണ്. ഈ പ്രദേശത്തെ പാലമടക്കം ഒലിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മറുകര എത്താൻ അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, അവിടെ ജനങ്ങൾക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്, എത്രത്തോളം ദുരന്തത്തിൻ്റെ വ്യാപ്തി ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ ഇനി ഹെലികോപ്റ്റർ എത്തണം. എയർലിഫ്റ്റിങ്ങിലൂടെ മാത്രമേ അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം ഒക്കെ സാധിക്കുകയുള്ളൂ. കാരണം റോഡ് മാർഗമുള്ള രക്ഷാപ്രവർത്തനം ഒരു രീതിയിലും സാധ്യമല്ലാത്തൊരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഇപ്പോൾ അവിടെയുള്ളത്. എന്തായാലും ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത്. രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയിൽ തന്നെ വീണ്ടും ഉരുൾപൊട്ടൽ ഒരിക്കൽ കൂടി ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. നിരവധി വീടുകൾ തകർന്നിരിക്കുന്നു, വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചിരിക്കുന്നു. ഒരു സ്കൂൾ പൂർണ്ണമായും തകർന്നു പോയൊരവസ്ഥയിൽ തന്നെയാണ്. അങ്ങനെ വളരെ ദുരിതപൂർണമായൊരു അവസ്ഥ തന്നെയാണ് വയനാട്ടിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. എന്തായാലും രക്ഷാപ്രവർത്തകർക്ക് ഈ മറുകരയിൽ എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം. പക്ഷേ എങ്കിൽ കൂടി വടം കെട്ടിയുമൊക്കെ മറുഭാഗത്തേക്ക് എത്താൻ അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു ശ്രമവും നടക്കുന്നുണ്ട്. രതീഷിലേക്ക് നമ്മൾ പോവുകയാണ്. രതീഷ്, നിലവിലിപ്പോൾ അവിടെയുള്ള ഒരു കാലാവസ്ഥ എങ്ങനെയാണ്? ഈ 2 തവണ ഉരുൾപൊട്ടി, അതിനുശേഷം എന്തെങ്കിലും ഇത്തരത്തിലൊരു ദുസ്സൂചന ഉണ്ടായിട്ടുണ്ടോ? മഴ ഇപ്പോഴും തുടരുകയാണോ? ശ്രീജ, നേരത്തെ നല്ല ശക്തമായ മഴയുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. എന്നാലും ഇടയ്ക്കിടെ അതിശക്തമായ മഴ പെയ്യുന്നുണ്ട്. പുഴയിൽ അതിശക്തമായ രീതിയിലുള്ള വെള്ളപ്പാച്ചിലാണ്, കുത്തൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വടം കെട്ടി ഈ പാലം തകർന്നു പോയ ഭാഗത്ത് നിന്ന് വടം കെട്ടി അപ്പുറത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമം വിജയിക്കാതെ പോകുന്നത്. കാരണം ഇത് രക്ഷാപ്രവർത്തകർക്ക് ഏറെ തടസ്സമുണ്ടാക്കുന്നത്. കാരണം ഈ പുഴ നിലവിലുള്ള ഒഴുകിക്കൊണ്ടിരുന്ന പുഴ രണ്ടായി തിരിഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ ഒരു ഭാഗം വേറെ 2ആയി തിരിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഈ സ്കൂളിന്റെ പൂർണ്ണമായും സ്കൂളിനെ മുക്കിക്കൊണ്ട് ഈ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നേരെ ചാലിയാർ ഭാഗത്തേക്കാണ് പോകുക. കാരണം അതിശക്തമായ ഒഴുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിൽ അകപ്പെട്ടവർ ഒഴുകിപ്പോകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര പേർ ഇത്തരത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം എന്നൊരു നിഗമനത്തിലേക്കും എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. കാരണം ഇതിന്റെ ഒരു കൃത്യമായൊരു കണക്ക് നിലവിൽ ആരുടെ കയ്യിലുമില്ലാത്തതാണ് ഏറെ ക്ലേശകരമാകുന്നത്. കാരണം കൃത്യമായൊരു കണക്കില്ല ഈ ഭാഗത്ത് എത്ര പേർ നിലവിൽ മാറി താമസിച്ചവരുടെ കണക്കുണ്ടെങ്കിലും ഇവരുടെ നിലവിൽ കുടുംബങ്ങൾ എത്ര പേർ അവിടെ താമസിച്ചു എന്ന് കൃത്യമായിട്ടൊരു കണക്കില്ലാത്തത് രക്ഷാപ്രവർത്തകർക്ക് ഏറെ ക്ലേശകരമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ടുള്ള ഒരു കണക്ക് പുറത്തുവിടാൻ സാധിക്കാത്തത്. കാരണം ഈ സൈന്യത്തിന്റെ സേവനം ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തകർക്ക് ഈ മറുഭാഗത്ത് എത്തിയാൽ മാത്രമേ ഈ മുണ്ടക്കൈ ഭാഗത്ത് എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നൊരു സ്ഥിരമായ കണക്കുകൾ ലഭ്യമാകുകയുള്ളൂ. അതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹെലികോപ്റ്റർ എത്തിയാൽ മാത്രമേ ഇനിയുള്ള രക്ഷാപ്രവർത്തനം അക്കരെ എത്താനുള്ള ഒരു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയുള്ളൂ. ഇപ്പോൾ വടം കെട്ടിയുള്ള ശ്രമങ്ങളെല്ലാം തന്നെ പാഴായി പോകുന്ന ഒരു അവസ്ഥയാണ്. പുഴയിൽ അതിശക്തമായ വെള്ളപ്പാച്ചിലുണ്ട്. അതിശക്തമായ രീതിയിലാണ് മലവെള്ളം ഒലിച്ചു വരുന്നത്. മരങ്ങളും മറ്റു പാറക്കഷ്ണങ്ങളും കല്ലുമെല്ലാം ഒലിച്ചു വരുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ വടം കെട്ടി അപ്പുറത്തേക്ക് എത്തുക എന്നൊരു ദുഷ്കരമായ ദൗത്യം തന്നെയാണ്. എന്നാലും ഈ ശ്രമം ഉപേക്ഷിക്കുകയാണ്. മറ്റൊരു മാർഗം
നിലവിൽ ജില്ലാ ഭരണകൂടം നോക്കുന്നുണ്ട്. വേറെ ഭാഗത്ത് കൂടി ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിപ്പെടാനുള്ള ഒരു ശ്രമം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇവിടുന്ന് 7 മൃതദേഹങ്ങൾ ലഭിച്ച ഒരു സ്ഥിതിക്ക് നേരത്തെ നമ്മളോട് പഞ്ചായത്ത് മെമ്പർ അടക്കം സംസാരിച്ചവർ പറയുന്നത് 20-ലധികം ആളുകളെ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അത്രത്തോളം സംഭവിക്കാതിരിക്കട്ടെ, നിരവധി ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിയട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ഇവിടുന്ന് നൽകാൻ കഴിയുന്നത്. കാരണം അത്രത്തോളം ഭയാനകമായ ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ചൂരൽമല ടൗണിന്റെ ഒരു ഭാഗം പൂർണ്ണമായും ഒലിച്ചുപോയി എന്ന് പറയുമ്പോൾ നിലവിൽ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത് അത്രത്തോളമാണ്. പാലം പൂർണ്ണമായും ഒലിച്ചുപോയി, നിരവധി കടകൾ ഒലിച്ചുപോയി, വാഹനങ്ങൾ ഒലിച്ചുപോയി. കഴിഞ്ഞ ദിവസം രാത്രിയിലടക്കം ഇവിടെ നിർത്തിയിട്ട വാഹനങ്ങളെല്ലാം തന്നെ ഒലിച്ചുപോയി. റോഡിൽ അതായത് ഒരാൾ പൊക്കത്തിൽ മണ്ണടിയുന്ന ഒരവസ്ഥയുണ്ടായി. 3 കിലോമീറ്റർ മേലെയാണ്, ഈ 3 കിലോമീറ്റർ മേലെ നിന്നാണ് ഇത്തരത്തിൽ അതിഭീകരമായ ഉരുൾപൊട്ടലുണ്ടായത്. അവിടെ നിന്നാണ് മരങ്ങളും കല്ലും അതോടൊപ്പം തന്നെ പാറക്കഷ്ണവും മരങ്ങളെല്ലാം തന്നെ ഒലിച്ച് ഈ ചൂരൽമല ടൗണിലെത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഉത്ഭവ സ്ഥാനത്ത് എത്രത്തോളം ഭീകരമായ രീതിയിലാണ് ഉരുൾപൊട്ടൽ നടന്നിട്ടുള്ളത്, ഇതിന്റെ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് ഇതുവരെ ആർക്കും നിജപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. അത് തന്നെയാണ് ഏറെ വെല്ലുവിളിയായി നിലനിൽക്കുന്നത്. ഇവിടേക്ക് രക്ഷാപ്രവർത്തകർക്ക് ഒരു തരത്തിലും എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ. പൂർണ്ണമായും റോഡ് അടഞ്ഞുപോയി, റോഡ് മാർഗം ഇല്ലാതായ ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള ആളുകളെ ഒരു തരത്തിലും ഇതുവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ ചൂരൽമല ഭാഗത്തുള്ളവരെയാണ് നിലവിൽ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. 16-ലധികം ആളുകളെ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ഈ ഭാഗത്തു നിന്നുള്ള ഒഴുകിയെത്തിയ മൃതദേഹങ്ങളാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് മുണ്ടക്കൈ ഭാഗത്തു നിന്ന് ഉള്ളവരല്ല എന്നാണ് ഇവിടുത്തെ രക്ഷാപ്രവർത്തകർ പറയുന്നത്. കാരണം ഇത് ചൂരൽമലയുടെ ഒരു ഭാഗത്തു നിന്നുള്ള അവരായിരിക്കാം, മണ്ണിൽ കുടുങ്ങിയവരായിരിക്കാം ഒഴുകിയെത്തിയതെന്നാണ് ഇവിടുത്തെ നാട്ടുകാരടക്കം ഉള്ളവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ മുണ്ടക്കൈ ഭാഗത്ത് എത്ര പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് നമുക്ക് ഒരു തരത്തിലും പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഏറെ സങ്കടകരമായ അവസ്ഥയാണ്. കാരണം വയനാട് ഇതുവരെ ദർശിക്കാത്ത, കേരളം ഇതുവരെ ദർശിക്കാത്ത അതിഭീകരമായ ഒരു ഉരുൾപൊട്ടൽ തന്നെയാണ് നടന്നിരിക്കുന്നത്. നമുക്കറിയാം 2019 പുത്തുമലയിൽ ഇത്രത്തോളം 17 പേരുടെ ജീവൻ അപഹരിച്ച ഒരു വ്യാപകമായ ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് 4 വർഷം സൂചിപ്പിച്ചതുപോലെ 20 പേരോളം ഈ ഒരു അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ രക്ഷ പ്രാപിച്ചു വരട്ടെ, അവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും വലിയൊരു ദുരന്തം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും ഒരു മനസ്സോടുകൂടി ഒരു രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേരണം. നമ്മുടെ ജനങ്ങളാണ്, നമ്മളെല്ലാവരും മലയാളികളാണ്. നമ്മളുടെ ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കാം, ഒരുമിച്ച് കൈകോർക്കാം.